ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഞ്ചാബി ചോളെ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ഉള്ളതാണ്. നമുക്ക് ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഏറ്റവും നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും നമുക്കിത് കഴിക്കാം. അതിനുവേണ്ടി ഞാനൊരു 250 ഗ്രാം വെള്ളക്കടല, അതായത് കാബൂളി ചണ 5 മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു കുക്കറിലിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. കൂടുതൽ വെന്ത് പോയാൽ അത് ഉടഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ കടല നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുവേണ്ടി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ, നമുക്ക് ഇഷ്ടമുള്ള എണ്ണ അതിനുവേണ്ടി ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 8 വലിയ വെളുത്തുള്ളി അല്ലി, 8 അല്ലി അതും കൂടി നമുക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂടെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് 2 തക്കാളിക്ക ചെറുതായിട്ട് അരിച്ചത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി നല്ലതുപോലെ വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്കൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ മല്ലിപ്പൊടി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ കടല അതിൽ നിന്ന് ഒരു 2 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടിയിട്ട് സ്വല്പം ഉപ്പും കൂടി അത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഒരു ജാറിലേക്ക് മാറ്റി അത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മസാല അരച്ച് ആ ഗ്രേവി ഒരു പാനിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചാബി ചോള മസാല തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ചോള മസാല ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ഇതാണ് എല്ലാ കടകളിലും കിട്ടുന്നത്, ഈ പാക്കറ്റ്. അത് നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം.
എന്നിട്ട് നമ്മൾ അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. നേരത്തെ മസാലയിലിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിൽ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു. അപ്പോൾ നമ്മുടെ പഞ്ചാബി ചോള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റ് ഉള്ളതാണ്.